കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചത് വെറും വർഷ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന അവതാരികയും നടിയും ആർജയും ഒക്കെ ആയിരുന്ന വർഷയുടെ കാര്യം തന്നെയാണ്. വർഷ രമേശ് എന്നതിനേക്കാൾ ഉപരി ആർജെ വർഷ എന്നതാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാൻ സുപരിചിതം. 2025 കുറിച്ച് കളിയാക്കി പറഞ്ഞ വീഡിയോയിൽ എല്ലാവരും വർഷ പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് സംസാരിക്കുകയായിരുന്നു. അതിൽ വർഷ പറഞ്ഞു പോയൊരു കാര്യം തൻ്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ്. താൻ വളരെയധികം പ്രധാനമായി കൊണ്ടു നടന്നു പോയ തൻ്റെ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ തൻ്റെ റിലേഷൻഷിപ്പ് വട്ടപൂജ്യമായി മാറിയ അവസ്ഥയെക്കുറിച്ചാണ് വർഷ പറഞ്ഞത്. കുറച്ച് നാളുകൾക്ക് മുൻപ് വർഷയും വർഷയുടെ ഭർത്താവ് അക്ഷയും തമ്മിൽ വേർപിരിഞ്ഞു എന്ന വാർത്ത ഇടയ്ക്കുണ്ടായിരുന്നു. അതിന് കാരണമെന്നെല്ലാവരും പറഞ്ഞത് പരസ്പരം ഇരുവരും അൺഫോളോ ചെയ്തു എന്നതാണ്. അതുപോലെ വർഷ ഒരുപാട് വീഡിയോകൾ ഇട്ടിരുന്നതിൽ അക്ഷയുടെ വീഡിയോകളും അതുപോലെ ചിത്രങ്ങളും ഡിലീറ്റ് ചെയ്തു എന്നാണ്. എന്നാൽ അക്ഷയുടെ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോഴും വർഷയുടെ ചിത്രങ്ങൾ പങ്കുവയ്ക്കാതിരുന്നിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും പങ്കുവച്ചിട്ടുണ്ട്. നേരത്തെ പങ്കുവച്ച ചിത്രങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അതിപ്പോഴും അവിടെ കിടപ്പുണ്ട്. എന്തിന് ക്യാപ്ഷൻ പോലും മാറ്റിയിട്ടില്ല എന്ന് പറയുന്നത് സത്യമാണ്. ശരിക്കും പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് കാണുന്നുമുണ്ട്. അത്രയേറെ എല്ലാവരും കൃത്യമായി അതിനെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ട്. കാരണം അത്രയേറെ പ്രധാനപ്പെട്ട വാർത്ത ഇത് മാറുന്നു. ഇതിന് ഉത്തരവുമായിട്ട് വർഷ എത്തിയിട്ടുണ്ട്. റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളെക്കുറിച്ചും അതുപോലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എടുത്തു പറയുന്നുണ്ട്. ഇത്തരത്തിൽ വാർത്ത വരുമ്പോൾ വേറൊരാളെയും കൂടി അതിൽ പിടിച്ചിടുകയാണ് ചെയ്യുന്നത്. കുറേ നാൾ മുൻപ് റെഡിറ്റിൽ ഇങ്ങനെ കുറേ ആൾക്കാർ എന്തൊക്കെയോ എഴുതിയെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നില്ല, ഫോട്ടോസ് ഡിലീറ്റ് ചെയ്തു എന്നൊക്കെയായിരുന്നു ആരോപണം. ഇത് ഞാൻ അന്നും ഒന്ന് പറയാത്തതിൻ്റെ കാരണം ഇവർക്കിതിൽ കൂടുതൽ വിഷയത്തെ പറ്റിയൊന്നും എഴുതാനോ പറയാനോ പറ്റില്ലല്ലോ എന്നാണ്. ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനൊരു കാര്യം മെൻഷൻ ചെയ്തതുകൊണ്ട് പണ്ട് അവർക്ക് തോന്നിയ കാര്യം കൂടി ചേർത്ത് ഇങ്ങനെ ഓരോ വാർത്തകൾ വരുന്നു. ഇത് ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യമല്ലേ, അതുകൊണ്ട് എനിക്ക് എന്തായാലും ഇതേക്കുറിച്ച് ഇപ്പോൾ എവിടെയും പറയാൻ ഉദ്ദേശമില്ല. കാരണം അത് രണ്ടുപേരെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഇതാണ് വർഷ വ്യക്തമാക്കിയത്. ഇതിലെവിടെ നിന്നും അവിടെ നിന്നും എടുത്തിട്ടുള്ള ഭാഗം മാത്രം ന്യൂസ് ഇടുന്നുണ്ടെങ്കിൽ അവരത് മൈൻഡ് ചെയ്യില്ല എന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞത് അവരെ അഫക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞാനെന്ന് എൻ്റെ വീട്ടിലേക്ക് പോയി. ഞാനിപ്പോൾ എൻ്റെ മലപ്പുറത്തെ വീട്ടിലാണ് ഉള്ളത്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്കൊരു വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ വീഡിയോ അവരെ എങ്ങനെ ബാധിച്ചിട്ടുണ്ടാകുമെന്ന് ചിന്തിച്ച്. കാരണം ഞാൻ ചെയ്ത വീഡിയോ എങ്ങനെ ന്യൂസിലൊക്കെ വന്നു എന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഫാമിലിക്ക് അതൊരു ബുദ്ധിമുട്ടായോ എന്നൊരു സംശയം. പക്ഷേ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവർ വളരെ നേരെ തിരിച്ചാണ് റിയാക്ട് ചെയ്തത്. അവർ വളരെ ചില്ലായിട്ടാണ് ഇതെടുത്തത്. അച്ഛൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ വർഷം നന്നായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. പിന്നെ എന്നെ അറിയാവുന്നവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. ഞാൻ എന്താണ് ഈ വീഡിയോയിൽ പറഞ്ഞതെന്നും എന്താണ് സത്യാവസ്ഥ എന്നൊക്കെയുള്ള ധാരണ അവരുടെ ഇടയിലുണ്ട്. പിന്നെ മീഡിയ ഇങ്ങനെ പല എഴുതിയിട്ടും എന്നുള്ള കാര്യവും വീട്ടുകാർക്കും അറിയാം. അതുകൊണ്ട് എൻ്റെ വീട്ടിലൊന്നും എഫക്റ്റ് ചെയ്തിട്ടില്ല എന്നത് എനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ പലർക്കും ഇതങ്ങനെയല്ലെന്ന് വർഷം ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.